നമ്മുടെ കമ്പനിയെ ഉയരങ്ങളിൽ എത്തിക്കും ഞാൻ. കുറെ നാളായി കമ്പനിയുടെ വളർച്ച, അതിവിടെ എല്ലാരും കാണുന്നതാണല്ലോ. കഷ്ടം. പഴയ തെറ്റുകൾ തിരുത്തി അതിനേക്കാൾ ശക്തിയിൽ മുന്നോട്ട് പോകുന്നതാ മഹാന്മാരുടെ ലക്ഷണം. ആ ക്വാളിറ്റി എനിക്കുണ്ട്. അമ്മ എന്താ എന്നെ കളിയാക്കാണോ? ഏയ്, ഞാൻ അറിയാതെ എന്തോ ഓർത്ത് ചിരിച്ചു പോയതാ. ഒന്നുമല്ല, എന്നെ പരിഹസിച്ച് ചിരിച്ചതാ. അങ്ങനെ തന്നെ കരുതിക്കോ, അതിനെന്താ. എന്തായാലും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് ശ്യാമ മതി. അമ്മേ, നല്ല സെലക്ഷൻ. ശ്യാമ തന്നെ വൈസ് ചെയർപേഴ്സൺ ആകട്ടെ. നമ്മുടെ കമ്പനി കുറച്ചുകൂടെ നന്നാവും. ഇവിടെ ഐശ്വര്യ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഐശ്വര്യ നമ്മുടെ കമ്പനിയെ ഭരിച്ചു മുടിച്ചത്. ഇനിയും അത് പറ്റില്ല. അരുൺ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങള് കമ്പനി കാര്യത്തിൽ വലിച്ചഴക്കണ്ട. ഐശ്വര്യ, നീ പ്രഗ്നന്റ് അല്ലേ? ഇനി ഇവിടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഐശ്വര്യ തന്നെയല്ലേ പറഞ്ഞ പ്രഗ്നന്റ് ആണെന്ന്? അതൊക്കെ ഞാൻ പറഞ്ഞത് പ്രഗ്നൻസിയുടേതായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്നാ. പ്രശ്നമുണ്ട് ഐശ്വര്യ. ശ്യാമേക്കാളും നല്ല ക്ഷീണവും വൊമിറ്റിങ്ങും ഐശ്വര്യക്കുണ്ട്. ഞാൻ എപ്പോഴും കാണുന്നതല്ലേ. പ്രഗ്നൻസി അഭിനയം ഇത്രയും ഭാര്യയാവുമെന്ന് വിചാരിച്ചില്ല. ഇനി എന്താ ചെയ്യാ? ഐശ്വര്യ എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ ഇങ്ങനൊരു സ്ഥാനം കിട്ടിയ ഗർഭത്തിന്റെ ക്ഷീണവും വോമിറ്റിംഗ് ഒക്കെ കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാനാ? മെഡിസിൻ കഴിച്ചോ? കൊന്നാലും നീ ഹോസ്പിറ്റലിൽ വരില്ലല്ലോ. അതിനൊക്കെ വഴിയുണ്ട്. ഐശ്വര്യ, നീ ഒന്നും പറയണ്ട. അമ്മേ, വൈസ് ചെയർപേഴ്സണായി ശ്യാമ മതി. ശരിയാ, നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അമ്മ, എന്റെ ലക്ഷ്യം അതല്ല. ഇനിയും നന്നായിട്ട് പാടി ആ ഫീൽഡിൽ തന്നെ നിൽക്കണമെന്നാ എന്റെ മോഹം. അതിനെന്താ, പാട്ട് മുടക്കണ്ട. ആ അവസരത്തില് ഞാനുണ്ടല്ലോ. ഞാനപ്പ കമ്പനിയുടെ ചുമതല നോക്കിക്കോളാം. അതുപോലെ. അല്ലമ്മ, അത് ഒന്നും പറയണ്ട. ഇനി ഒഴിഞ്ഞു മാറാനൊന്നും നിൽക്കണ്ട. നമ്മുടെ കമ്പനിയുടെ പുതിയ വൈസ് ചെയർപേഴ്സൺ ശ്യാമ തന്നെയാ. തീരുമാനിച്ചു. അത് മതി. കമ്പനിയുടെ ഈ അവസ്ഥയിൽ കമ്പനിയെ രക്ഷപ്പെടുത്താനുള്ള ഉചിതമായ തീരുമാനമാണത്. സർ, തൽക്കാലം ശ്യാമ ചുമതലയേറ്റുള്ളൂ. കമ്പനി ഒന്ന് കരകയറട്ടെ.